പഠന ബോർഡ് അംഗങ്ങളുടെ പട്ടിക ഗവർണർ തിരിച്ചയച്ച സംഭവത്തിൽ വിശദീകരണവുമായി കണ്ണൂർ സർവകലാശാല. തിരിച്ചയച്ചത് പട്ടികയ്ക്കൊപ്പമുണ്ടായിരുന്ന കത്തിലെ പരാമർശത്തിന്റെ പേരിലാണെന്ന് വിശദീകരണം. കത്ത് തിരുത്തി അതേ പട്ടിക വീണ്ടും ഗവർണർക്ക് നൽകിയെന്ന് സർവകലാശാല അറിയിച്ചു. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, എന്താണ് സർവകലാശാല നൽകുന്ന വിശദീകരണം? സർവകലാശാല ഇത് വിവാദമായ ഒരു സാഹചര്യത്തിലാണ് വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. കാരണം 72 അംഗ പഠന ബോർഡിന് അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു കത്ത് സർവകലാശാല ഗവർണർക്ക് അയച്ചിരുന്നു. എന്നാൽ ഇത് മടക്കി അയച്ചത് സംസ്ഥാനത്ത് വലിയ വിവാദമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർവകലാശാല ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത്. അതൊരു സാങ്കേതിക തെറ്റ് മാത്രമാണ് എന്നാണ് സർവകലാശാല ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത്. അതിൽ ഈ പട്ടിക അയച്ചപ്പോൾ 72 അംഗങ്ങളുടെ പട്ടിക അയച്ചപ്പോൾ അതിൽ അനുമതി തേടുന്നു എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഗവർണറുടെ ഓഫീസിന് പഠന ബോർഡ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരമാണ് ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് സർവകലാശാലയ്ക്ക് മറുപടി ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ കവറിംഗ് ലെറ്റർ തിരുത്തി വീണ്ടും ഈ പട്ടിക സമർപ്പിച്ചിട്ടുണ്ട് എന്ന് സർവകലാശാല വ്യക്തമാക്കുന്നു. ഏതായാലും ഈ 72 അംഗങ്ങളുടെ പേര് പുതിയതായി ആരെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ആരെങ്കിലും ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല എന്നും സർവകലാശാല വ്യക്തമാക്കുന്നു. ഇത്തരം പഠന ബോർഡിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സെനറ്റ് അംഗം ഡോക്ടർ RK ബിജു ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കേരള ഹൈക്കോടതി തന്നെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ലിസ്റ്റാണ് സിൻഡിക്കേറ്റ് പാസാക്കി ഗവർണർക്ക് അനുമതിക്കായി അയച്ചത് എന്നൊരാക്ഷേപം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു. സർവകലാശാല സിൻഡിക്കേറ്റ് എടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അങ്ങനെ വലിയ വിവാദം ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പഠന ബോർഡിൻ്റെ പട്ടിക അതേപടി വീണ്ടും ഈ കത്തിൽ ഒരു തിരുത്തൽ വരുത്തി വീണ്ടും സർവകലാശാല ഗവർണർക്ക് സമർപ്പിക്കുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. എയർ ആംബുലൻസ് ലഭിക്കാതെ രോഗികളുടെ മരണം സംഭവിക്കുന്നത് ലക്ഷദ്വീപിൽ തുടർക്കഥയാകുന്നു. കൊച്ചിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ കഴിഞ്ഞ ദിവസം 2 പേർ കൂടി മരിച്ചു. ഗുരുതരാവസ്ഥയിലുള്ള 8 രോഗികളാണ് എയർ ആംബുലൻസ് കാത്ത് ലക്ഷദ്വീപിൽ കഴിയുന്നത്. ഹൃദ്രോഗം, പക്ഷാഘാതം, ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവരാണ് വിദഗ്ധ ചികിത്സയ്ക്ക് കൊച്ചിയിലെത്താനായി എയർ ആംബുലൻസ് കാത്തിരിക്കുന്നത്. കൃത്യസമയത്ത് എയർ ആംബുലൻസ് ലഭിക്കാതെ കഴിഞ്ഞ ദിവസം 2 പേർ കൂടെ മരിച്ചിരുന്നു. 2 മാസത്തിനിടയിൽ 3 പേരാണ് ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത്. ഹെലികോപ്റ്റർ എത്താൻ പറ്റിയിട്ടില്ല, ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റു ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആ കുട്ടി മരിക്കുകയുണ്ടായി. ഗർഭിണിയുടെ കുട്ടി മരിക്കുകയുണ്ടായി. ഈ സാഹചര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനും ഡോക്ടർമാരുടെ ലഭിച്ചുകൊണ്ടത് ഡോക്ടർമാരുടെ പ്രത്യേകിച്ച് ഇപ്പോൾ ലഭിക്കാണ്ടിരിക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഒരു PPP ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ടെൻഡർ ഉണ്ടെന്ന് പറയുന്നു. ആ ഹോസ്പിറ്റലിൽ അവർക്ക് ആവശ്യമായ ഡോക്ടേഴ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ മറുപടി. പക്ഷേ ഈ കാരണങ്ങളൊക്കെ ആണ് കൂടുതലായിട്ടും ലക്ഷദ്വീപിൽ നിന്നും ഇങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ എയർ ആംബുലൻസ് എത്തിക്കാനായില്ല എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ലക്ഷദ്വീപിൽ നിന്ന് 3 എയർ ആംബുലൻസുകളാണ് രോഗികളെ കൊച്ചിയിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്നത്. സാങ്കേതിക പ്രശ്നം കാരണം 2 എണ്ണം ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. മാത്രമല്ല, ഈ എയർ ആംബുലൻസുകൾക്ക് രാത്രിയിൽ ലാൻഡിംഗ് സാധിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഒരു നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി ലക്ഷദ്വീപിന്റെ ഓരോ ഹെലിപ്പാഡിലും, അതോടൊപ്പം ഈ ലക്ഷദ്വീപിന്റെ ഹെലികോപ്റ്റർക്ക് കൊച്ചിയിലേക്കും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റിയുള്ള ഹെലികോപ്റ്ററുകളും വരാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലുകൾ ഏകദേശം ഇന്ന് എനിക്ക് തോന്നുന്നു 5 വർഷമായിട്ടുണ്ടാവും. ഇതിന്റെ ഈ നൈറ്റ് ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രപ്പോസലുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതും ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി രോഗികളെ അവിടെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും സാധിക്കുമായിരുന്നു. ലക്ഷദ്വീപിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇല്ലാത്തതിനാലാണ് ഇപ്പോൾ കൂടുതൽ രോഗികളെ കൊച്ചിയിൽ എത്തിക്കേണ്ടി വരുന്നത്. കാലാവസ്ഥാ പ്രശ്നം ചൂണ്ടിക്കാട്ടി രോഗികൾക്ക് എയർ ആംബുലൻസ് നിഷേധിക്കുമ്പോൾ കേന്ദ്രമന്ത്രിക്ക് ഹെലികോപ്റ്റർ നൽകിയത് മുമ്പ് വിവാദത്തിലായിരുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുവി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുവി, വിദഗ്ധ ചികിത്സ കിട്ടാതെ രോഗികൾ മരിക്കാനിടയാകുന്ന സംഭവം ദുഃഖകരമാണ്. ഈ കാലാവസ്ഥ പ്രതികൂലമായത് മാത്രമാണോ ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നിലുള്ളത്?
രേണുക, നമുക്കറിയാം ലക്ഷദ്വീപിലെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ തന്നെ ഈ ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പലുകളുടെ എണ്ണം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 കപ്പലുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 കപ്പലുകൾ മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ ഏറെ വലയുന്നത് ഇപ്പോൾ ഈ എയർ ആംബുലൻസ് കിട്ടാതെയാണ്. രാജീവ് ഗാന്ധി ആശുപത്രിയാണ് ലക്ഷദ്വീപിലെ ആളുകൾക്ക് ആശ്രയിക്കാനുള്ള ഒരിടം. എന്നാൽ അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ആരും തന്നെയില്ല. പീഡിയാട്രിക്സ്, അതുപോലെ ഓർത്തോപീഡിക്സ് ഉൾപ്പെടെയുള്ള 4 ഡിപ്പാർട്ട്മെന്റുകളിൽ മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒബ്സർവേഷൻ ഉൾപ്പെടെയുള്ള രോഗികളെ അവിടെ കിടത്താനും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ രോഗികളെ കൊച്ചിയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കാലാവസ്ഥ കൂടെ പ്രതികൂലമാകുമ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിൽ രോഗികളെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആകെ 3 എയർ ആംബുലൻസുകളാണ് ലക്ഷദ്വീപിന്റെ ആവശ്യത്തിനു വേണ്ടി വിട്ടു നൽകിയിരിക്കുന്നത്. അതിൽ 2 എണ്ണം ഇപ്പോൾ സാങ്കേതിക തകരാറ് മൂലം പറത്താനാകാതെ ഇരിക്കുകയാണ്. ഒരു എയർ ആംബുലൻസ് മാത്രമാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഈ നിലവിൽ സർവീസ് നടത്തുന്ന എയർ ആംബുലൻസിന് നൈറ്റ് ലാൻഡിംഗ് പറ്റില്ല എന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും വലിയ അവിടുത്തെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനോടകം തന്നെ 2 മാസത്തിനിടെ ഈ ഗുരുതരാവസ്ഥയിലുള്ള 3 രോഗികളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 പേർ കൂടെ മരിച്ചു. ഒന്ന് ഒരു ഹൃദ്രോഗം ബാധിച്ച ഒരു വൃദ്ധനാണ് മരിച്ചത്. അദ്ദേഹം വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ കൊച്ചിയിലേക്ക് എത്തിക്കണമായിരുന്നു. എന്നാൽ അത് വൈകി. അദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ച് ചികിത്സ തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. മറ്റൊന്ന് ഒരു ഗർഭിണിയായ യുവതി, അവരുടെ ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. ആ ഗർഭസ്ഥ ശിശു ബുദ്ധിമുട്ട് മൂലം അവരെ കൊച്ചിയിലേക്ക് എത്തിക്കണമായിരുന്നു. അതും വൈകിയ ഒരു സാഹചര്യത്തിൽ ഈ വയറ്റിൽ വെച്ച് തന്നെ ഈ കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത്തരത്തിൽ ദാരുണമായ മരണങ്ങൾ കൂടുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ തന്നെ 10ഓളം രോഗികൾ അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലേക്ക് മാറ്റണം എന്ന റിക്വസ്റ്റ് നൽകി തന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ 2 പേരെ ഇന്നലെ എത്തിക്കാനായി. ബാക്കി 8 പേർ ഇപ്പോഴും അവിടെ ചികിത്സ, അതായത് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അവരെ കൊച്ചിയിൽ എത്തിച്ചാൽ മാത്രമേ അവർക്ക് വിദഗ്ധ ചികിത്സ നൽകി ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ 4 പേർ ഹൃദ്രോഗികളാണ്. ഒരാൾ ക്യാൻസർ സംബന്ധമായ രോഗം ബാധിച്ചയാളാണ്. പക്ഷാഘാതം വന്നവരുണ്ട്. അതുപോലെ ഏറെ വയസ്സുള്ള ഒരു വൃദ്ധ, അവർക്ക് ഓർത്തോപീഡിക്സ് വിഭാഗത്തിലാണ് അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ദാരുണമായ രീതിയിലാണ് അവിടെ അവർ കഴിയുന്നത്. ജീവൻ ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം എന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ലക്ഷദ്വീപിലെ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഏറ്റവും പ്രായക്കുറവുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതായത് ഒരു മുൻഗണനാ ക്രമം നോക്കിയാണ് ഇക്കാര്യങ്ങൾ നടത്തുന്നത് എന്നാണ് അവരുടെ ഒരു മറുപടി. ഏതായാലും ലക്ഷദ്വീപിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നു എന്ന് വേണം ഈ സാഹചര്യത്തിൽ പറയാൻ. രേണുക, വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് തങ്കം ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി ഇഴഞ്ഞു നീങ്ങുന്നു. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ പ്രതിപട്ടികയിലുള്ള ഡോക്ടർമാരുടെ മൊഴിയെടുത്തു. പാലക്കാട് തങ്കം ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ 3 പേർ മരിച്ച സംഭവത്തിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു നടപടിയെടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് സംബന്ധിച്ച ഉത്തരവ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. കുറ്റക്കാരെന്ന് കണ്ടാൽ പിഴശിക്ഷ മുതൽ ആശുപത്രിയുടെ ലൈസൻസ് റദ്ദാക്കാൻ വരെ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് നടപടി വൈകരുതെന്നാണ് പരാതിക്കാർ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ചിറ്റൂർ തത്തമംഗലം സ്വദേശി ഐശ്വര്യയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ പ്രതിപട്ടികയിലുള്ള ഡോക്ടർമാരായ പ്രിയദർശിനി, അജിത് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഇവരുടെ സഹപ്രവർത്തകരുടെയും ആശുപത്രി ജീവനക്കാരുടെയും മൊഴിയെടുത്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ചികിത്സാ പിഴവ് വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഡോക്ടർമാരെ വീണ്ടും ചോദ്യം ചെയ്യും. ന്യൂസ് 18 പാലക്കാട്. ജൂനിയർ അഭിഭാഷകർക്ക് 3/4 സ്ലീവ്ലെസ്സും നിരോധിച്ച് തിരുവനന്തപുരം ബാർ കൌൺസിൽ. ജൂനിയർ വക്കീലർ ചിലർ കോടതിയോട് ബഹുമാനക്കുറവ് കാണിക്കുന്നുണ്ട് എന്നും ബാർ കൌൺസിൽ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം ബാർ കൌൺസിൽ സെക്രട്ടറിയാണ് അസാധാരണമായ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത്. ജൂനിയർ അംഗങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നിരന്തരം പരാതികളാണ് ബാർ കൌൺസിലിന് ലഭിക്കുന്നത്. ചില ജൂനിയർ അംഗങ്ങളുടെ ഉദാസീന മനോഭാവം, മുതിർന്ന അഭിഭാഷകരോട് കാണിക്കുന്ന അനാദരവ്,
വസ്ത്രധാരണ രീതി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പരാതികൾ. ചില ജൂനിയർ അഭിഭാഷകർ 3/4 സ്ലീവ്ലെസ് ബ്ലൗസ് എന്നിവ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. ഇത് അഭിഭാഷക തൊഴിലിന്റെ നിർബന്ധിത ഡ്രസ്സിംഗ് കോഡിനെ അനാദരിക്കുന്നതാണ്. നേരത്തെ തന്നെ ഇതിനായി നോട്ടീസ് നൽകിയിരുന്നുവെന്നും ബാർ കൗൺസിൽ വ്യക്തമാക്കുന്നു. ബാറിലെ മുതിർന്ന അഭിഭാഷകർ അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ജൂനിയർമാരോട് ഇക്കാര്യങ്ങൾ പറയണം. ഇതാണ് നിർദ്ദേശം. തൊഴിലിന്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് ശരിയായ യൂണിഫോം ധരിക്കാൻ ഉപദേശിക്കണം. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിക്കാൻ തിരുവനന്തപുരം ബാർ കൗൺസിൽ തീരുമാനിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഫ്ലാഷ് മോബുമായി വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം ആക്കുളത്ത് പ്രവർത്തിക്കുന്ന MGM സ്കൂളിലെ 6-7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ശംഖുമുഖത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. പ്ലാസ്റ്റിക്കിന് പകരം പ്രകൃതിയോടിണങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന സന്ദേശമാണ് ഫ്ലാഷ് മോബിലൂടെ വിദ്യാർത്ഥികൾ നൽകിയത്. MGM സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണ P. നായർ, കോർഡിനേറ്റർ സുധാ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഫ്ലാഷ് മോബ്. ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് കെയറിന്റെ A- ബിൽ റേറ്റിംഗ് ലഭിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് 25% വളർച്ച രേഖപ്പെടുത്തിയതായി കമ്പനി അധികൃതർ അറിയിച്ചു. 2023 അവസാനത്തോടെ 1000 ശാഖകൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും മാത്യു മുത്തൂറ്റ് കൊച്ചിയിൽ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം. ഇന്ന് കണ്ണൂരിലെത്തുന്ന ഗതാഗത മന്ത്രിയെ ബഹിഷ്കരിക്കാൻ CIT തീരുമാനം. കണ്ണൂർ ഡിപ്പോ യാർഡ് ഉദ്ഘാടനത്തിനാണ് മന്ത്രി ആന്റണി രാജു എത്തുന്നത്. ബോർഡിൽ കരിങ്കൊടി കെട്ടി പ്രതിഷേധിക്കാനാണ് KSRTE തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ സംഘടനകളും മന്ത്രിയെ ബഹിഷ്കരിക്കും. സംഘടനയ്ക്കെതിരെ മന്ത്രി പ്രസ്താവന നടത്തുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച KSEBയിലെ ഒഴിവുകൾ പകുതിയായി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഉദ്യോഗാർത്ഥികൾ. മീറ്റർ റീഡർ തസ്തികയിൽ 218 പേർക്ക് മാത്രമേ നിയമനം നൽകാൻ കഴിയൂവെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇതിനെതിരെ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ 4230 പേർക്ക് സ്ഥിര നിയമനം നൽകിയിട്ടുണ്ട്. ഇനി വരാനുള്ളത് മീറ്റർ റീഡർമാർ 436, അസിസ്റ്റന്റ് എഞ്ചിനീയർ 97 തുടങ്ങിയവ താമസംവിധാൻ നിയമിക്കും. അതിന് ആവശ്യമായ കർമ്മപരിപാടി വൈദ്യുതി ബോർഡ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് KSEB മീറ്റർ റീഡർ തസ്തികയിൽ 436 പേർക്ക് നിയമനം നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ആദ്യഘട്ടമായി 218 പേർക്ക് നിയമന ഉത്തരവ് നൽകി. ബാക്കിയുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം മാസങ്ങളോളം തുടർന്നു. ഇതിനിടയിലാണ് ഇനിയുള്ള 218 പേർക്ക് നിയമനം നൽകാൻ കഴിയില്ലെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയെ അറിയിച്ചത്. 2025 നടപ്പാക്കാനിരിക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ പേരിലാണ് ഒഴിവുകൾ വെട്ടിക്കുറച്ചത് അനീതിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലങ്ങളിൽ ഞങ്ങൾക്ക് 436 പേർക്ക് നിയമനം നൽകുന്ന ഈ സർക്കാർ പറഞ്ഞതായിരുന്നു. അതിൽ 218 പേർക്ക് നിയമനം നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ സർക്കാർ വന്ന് പുതിയ ചെയർമാൻ അധികാരത്തിലെ KSEB ചെയർമാൻ അധികാരമേറ്റ ശേഷം ബാക്കി 218 പേർക്കുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അത് ഇനി മീറ്റർ റീഡർമാർ KSEB വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. KSEB ഇനി മീറ്റർ റീഡർമാരെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ KSEB ഇപ്പോൾ കേരളത്തിൽ മൊത്തം 3000-ഓളം കരാർ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്, മീറ്റർ റീഡിംഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലിസ്റ്റ് നിലനിൽക്കെ 218 പേർ 218 പേർ ലിസ്റ്റിലുള്ള 218 പേരെ വേണ്ടാന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികളോട് ഇവർ കാണിക്കുന്ന കടുത്ത അനീതിയാണ്. സ്മാർട്ട് മീറ്ററുകൾ നടപ്പിലാക്കിയാലും നിലവിലെ ചെക്ക് റീഡിംഗ്, മെയിൻ്റനൻസ് എന്നിവയ്ക്കും സാധാ മീറ്ററുകൾ നിലനിൽക്കുന്ന ഉപയോക്താക്കളുടെ റീഡിംഗിനും മീറ്റർ റീഡർമാർ ആവശ്യമാണ്. അതിനാൽ ഒഴിവുകൾ വെട്ടിക്കുറച്ചത് മീറ്റർ റീഡർമാരുടെ ക്ഷാമം രൂക്ഷമാക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈലാഞ്ചിയിടൽ മത്സരം നടന്നു. 8 ടീമുകളിലായി 16 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ. ഇതിന്റെ ഭാഗമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. 8 ടീമുകളിലായി 16 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു.
മൈലാഞ്ചിയിടാനുള്ള കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. കുട്ടികളിൽ ഈ മൈലാഞ്ചിടുന്ന വാസനയെ തിരിച്ചറിയുക, അതേപോലെ പെരുന്നാൾ കുട്ടികൾ ആയി എന്നുള്ളൊരു വിവരം കുട്ടികളിൽ എത്തിക്കുക തുടങ്ങിയ ഉദ്ദേശവുമായിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ ഇന്ന് നടത്തിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വിദ്യാർത്ഥികൾക്കും സന്തോഷം. ഇങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷിക്കാനും ഇങ്ങനെ ഒരു മെഹന്തി ഫെസ്റ്റ് നടന്നതിൽ പങ്കെടുക്കാനും വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അവസരം കിട്ടിയില്ല, കോവിഡ് കാരണങ്ങളെല്ലാം കൊണ്ട്. ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് മെഹന്തി ഇട്ടും ഈദിനെ ഒരുങ്ങാനുള്ള സന്തോഷം പങ്കുവച്ചാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഹിന, നസ്മിയ എന്നിവരുടെ ടീം കരസ്ഥമാക്കി. ന്യൂസ് 18 മുക്കം. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.